പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നൈറ്റ് വിജിലിൻ്റെ പ്രധാന വചന സന്ദേശം നൽകുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ യുവ വൈദികൻ ഫാദർ ജിസൻ പോൾ. അച്ഛൻ വളരെ പ്രശസ്തനായ ഒരു ധ്യാനഗുരുവും വചനപ്രഘോഷകരുമാണ്. അച്ഛൻ ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെട്ട വടവാതൂർ ഇടവകയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. സ്നേഹത്തോടെ അച്ഛനെ വചനവേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നന്ദി പറയാൻ നമുക്ക്. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഇങ്ങനെ ഇരിക്കാൻ, വചനം കേൾക്കാൻ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ, നിന്നെ ആരാധിക്കാൻ ഒക്കെ ഈ പരിമിതിയുടെ കാലത്തും നീ ഞങ്ങൾക്ക് നൽകുന്ന അവസരത്തെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവജനമേ, നിങ്ങളിത് എവിടെ ഇരുന്ന് കേൾക്കുന്നോ, എവിടെ ഇരുന്ന് ഇതിൽ പങ്കെടുക്കുന്നോ, അവിടെ തന്നെ ഇരുന്ന് ഇരുകരങ്ങളും ചെറുതായി ഒന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് സ്തുതി മഹത്വങ്ങൾ കരയറ്റാം. ഒന്ന് ചേർന്ന് നമ്മുടെ നാവ് ചലിക്കട്ടെ. നമുക്കൊരുമിച്ച് അത്യുന്നതനായവനെ, മഹോന്നതനായവനെ സ്തുതിച്ചു പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും അധരങ്ങളിൽ ചെറുതായെങ്കിലും ഒന്ന് ദൈവസ്തുതി ഉയരട്ടെ. അഭിഷേകത്താൽ നമ്മൾ നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കട്ടെ, നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും സാന്നിധ്യം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. നമുക്ക് വിശ്വാസം പകർന്നു തന്ന നമ്മുടെ പൂർവികർ നമുക്ക് ശക്തിയാകട്ടെ. സകല പുരോഹിതരുടെയും മെത്രാന്മാരുടെയും മാർപ്പാപ്പയുടെയും നേതൃത്വവും അവർ നമുക്കായി നടത്തുന്ന പ്രാർത്ഥനയുടെ നന്മയും നമ്മളെ പ്രചോദിപ്പിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന, 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 ആരാധന. കർത്താവേ, നിനക്ക് മഹത്വം, 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 മഹത്വം. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന, 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 ആരാധന. പരിശുദ്ധ അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥ്യം യാചിക്കാം. അമ്മേ, വചനത്തെ ഉള്ളിൽ സ്വീകരിച്ചവളെ, വചനമനുസരിച്ച് ജീവിച്ചവളെ, വചന ശ്രവണത്തിന്, വചന ജീവിതത്തിന് നീ ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറിയമേ, നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ. മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. ഭാഗ്യവിഹീനരെ നിത്യവും കാത്തിടാ കൽപ്പഴും താങ്ങാനിന്നെ. നിൻ പുത്രനേൽപ്പിച്ചു ഭാരമതേറ്റ നീ ഞങ്ങളെ കാത്തിടണേ. മറിയമേ,
ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് തികച്ച് പറയാം. പ്രിയമുള്ള ദൈവജനമേ, വലിയ അനുഗ്രഹമായിട്ട് ഞാനും ഇതിനെ മനസ്സിലാക്കുകയാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ ചെറിയൊരു പരിക്കൊക്കെ പറ്റി അതിൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് വിശ്രമത്തിൻ്റെ സമയമായിരുന്നു. ഇങ്ങനെ വന്ന് നിന്ന് വചനം പറയാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ദൈവാനുഗ്രഹമാണെന്ന് ഞാൻ എളിമയോടെ ഏറ്റുപറയുന്നു. ഇത് വല്ലാത്തൊരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 2020 ആണ്ട് നമ്മൾ ആരും പ്രതീക്ഷിച്ചതുപോലെ അല്ല ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലരൊക്കെ പ്രാർത്ഥിക്കുന്നത് ഇതെങ്ങനെയെങ്കിലും ഈ വർഷം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് പോലും പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. ജീവിതം വല്ലാണ്ട് തകിടം മറിഞ്ഞ ഒരു വർഷം, ഒരുപാട് ആശങ്കകളിലേക്ക് നമ്മൾ വലിച്ചെറിയപ്പെട്ട കാലം. ഈ കൊറോണ കാലം നമുക്കൊരുപാട് തിരിച്ചറിവുകൾ നൽകിയിട്ടുണ്ട്, ഒരുപാട് പരിമിതികൾ നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ മുമ്പിലേക്ക് നീട്ടിവെക്കുന്നുണ്ട് ഈ കൊറോണ കാലം. എന്തുമാത്രം പരിമിതികളാണ് ഉണ്ടായതല്ലേ? എല്ലാ മേഖലയും ഡള്ളായിപ്പോയില്ലേ? എല്ലാ മേഖലയിലും ഒരു മന്ദിപ്പ് ബാധിച്ചില്ലേ? എല്ലാ മേഖലയും ഒന്നും വിടാതെ എല്ലാം. അതുപോലെ തന്നെ തിരിച്ചറിവുകൾ നൽകി നമുക്ക് പല തിരിച്ചറിവുകൾ, ബോധ്യങ്ങൾ. നമ്മൾ ജീവിച്ചു വന്നൊരു ജീവിത ശൈലിക്ക് നന്നായിട്ട് മാറ്റം വന്നു. കുറച്ചുകൂടൊക്കെ ഒന്ന് ഒതുങ്ങാൻ, അടങ്ങിയിരിക്കാൻ ഒക്കെ നമ്മളെ പഠിപ്പിച്ച കാലം കൂടിയാണ്. ലാളിത്യം പഠിപ്പിച്ചു, ധൂർത്ത് നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് ഒഴിവാക്കിപ്പിച്ചു. ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് നമുക്കൊരു പ്രാക്ടിക്കൽ സീസൺ കിട്ടുന്നത്. ഇതൊക്കെ നിർബന്ധമെന്നതുപോലെ നടപ്പിലാക്കിയ ഒരു കാലം. ഞാൻ ഈ കാലത്തെക്കുറിച്ച്, ഈ കൊറോണയുടെ ഭീതിയുടെ കാലത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയതിൻ്റെ കാരണം, ഈ കാലം ഒരു വിശ്വാസത്തിൻ്റെ വെല്ലുവിളി നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവയൊക്കെ പറഞ്ഞ് പതുക്കെ പതുക്കെ ഇങ്ങോട്ട് എത്തിയത്. വിശ്വാസത്തിൻ്റെ ഒരു വെല്ലുവിളിയുണ്ട്. അതിന് നേരെ കണ്ണടയ്ക്കാൻ നമുക്ക് പറ്റില്ല. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മളൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഘോഷം നടത്തിയിരുന്ന സങ്കേതങ്ങൾ, ദേവാലയങ്ങൾ, ധ്യാന കേന്ദ്രങ്ങൾ, മറ്റ് പ്രാർത്ഥനാ ഇടങ്ങൾ ഒക്കെ നിശബ്ദമായി, ഓൾമോസ്റ്റ് നിശബ്ദമായി എന്ന് പറയാം. ദേവാലയങ്ങൾ പൂട്ടിക്കിടക്കുന്നു. ദേവാലയങ്ങൾ തുറന്നിടത്ത് തന്നെ വളരെ കുറച്ചു പേർക്കാണ് പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. തുറന്ന ഇടങ്ങളിൽ വീണ്ടും അടയ്ക്കേണ്ടി വരുന്നു. മനുഷ്യർക്ക് കൂദാശകൾ സ്വീകരിക്കാൻ കഴിയാതെ വരുന്നു. വിശുദ്ധ കുർബാന നമ്മളൊക്കെ ഭവനങ്ങളിലിരുന്ന് ആത്മന അർപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും ദിവ്യകാരുണ്യനാഥനെ നാവിൽ സ്വീകരിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു. വിശുദ്ധ കുമ്പസാരം നടത്തിയിട്ട് നാളുകളേറെയായി. അങ്ങനെ വിശ്വാസപരമായ വലിയൊരു വെല്ലുവിളിയുടെ സമയമാണിത്. ഈ സമയത്ത് ഒരു വശത്ത് നിന്ന് സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉയരാൻ തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞു, വിശ്വാസത്തിൻ്റെ കാലം കഴിഞ്ഞു, മതത്തിൻ്റെ കാലം കഴിഞ്ഞു, തിരുസഭയുടെ കാലം കഴിഞ്ഞു. ഇതിൻ്റെയൊക്കെ നിസാരത മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ മനുഷ്യരുടെ വിശ്വാസം പോവുകയാണെന്ന് വേറെ കുറച്ച് പേർ പറഞ്ഞു പരത്തുന്നു. മനുഷ്യരുടെ വിശ്വാസമൊക്കെ തീർന്നു. വിശ്വാസം തീർന്നതിന് കാരണം പറയുന്നത് എന്താ? ഇപ്പം എങ്ങും ആളുകൂടി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പ്രിയമുള്ള എന്നെ കേൾക്കുന്ന ദൈവജനമേ, വിശ്വാസം പോയോ? ദൈവവിശ്വാസം പോയോ? കഴിഞ്ഞ മാർച്ച് തൊട്ട് ദേവാലയത്തിനകത്ത് തിരുസാന്നിധ്യത്തിൻ്റെ ചാരത്ത് ബലിപീഠത്തിന് മുമ്പാകെ നിന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ കഴിഞ്ഞില്ല. സത്യമാണ്. കരുണയുടെ കൂടാരത്തിൻ്റെ മുമ്പിൽ, കുമ്പസാരക്കൂടിൻ്റെ മുമ്പിൽ മുട്ടിന്മേൽ നിന്ന് എൻ്റെ പാപ സങ്കീർത്തനങ്ങളെ ഏറ്റുചൊല്ലാൻ കഴിഞ്ഞില്ല. സത്യമാണ്. വിശ്വാസം പോയോ? ഈ കാരണങ്ങൾ കൊണ്ട് വിശ്വാസം പോയോ? പോകരുത്, പോകാൻ പാടില്ല. വിശ്വാസം എന്താണ്? എൻ്റെ കർത്താവുമായിട്ടുള്ള എൻ്റെ വ്യക്തിപരമായ കണ്ടുമുട്ടലിൽ നിന്ന് ഉടലെടുക്കേണ്ടതാണ് വിശ്വാസം. അതെ, ഈശോയിൽ പൂർത്തിയായ ദൈവിക വെളിപാട്, അവൻ്റെ മനുഷ്യാവതാരം, അവൻ്റെ പരസ്യജീവിതം, അവൻ്റെ പീഡാസഹനം, കുരിശുമരണം, തിരുവുദ്ധാനം, സ്വർഗാരോഹണം,
ഈ വിശ്വാസ സത്യങ്ങളുടെ നേരെ കണ്ണു തുറന്നിട്ട് എൻ്റെ ഉള്ളിൽ ഉണ്ടായി വരേണ്ടതാണ് വിശ്വാസം. നമ്മളതിനെ തിരിച്ചിട്ടു. എങ്ങനെ? ആള് കൂടുന്നിടത്തുണ്ടാകുന്നതാണ് വിശ്വാസമെന്ന്. അങ്ങനെയല്ല, വിശ്വസിക്കുന്നവർ കൂടുന്നതാണ് സഭ. ഇങ്ങനെ ഉള്ളിൽ വിശ്വാസം ഉടലെടുത്ത കുറേയധികം മനുഷ്യര് ഒരുമിച്ച് കൂടുമ്പോൾ അതാണ് സഭയായിട്ട് മാറുന്നത്. ആൾക്കൂട്ടത്തിൽ വന്ന് നിന്നിട്ടല്ല വിശ്വാസം ഉണ്ടാകേണ്ടത്. വിശ്വാസം ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ആൾക്കൂട്ടം ഉണ്ടാകേണ്ടത്. നമുക്ക് എപ്പോഴോ അത് തിരിഞ്ഞു കിടന്നു, അത് നേരെ അതിൻ്റെ ഫ്ലിപ്പ് സൈഡ് നമ്മുടെ തലയിൽ കയറി. അതിൻ്റെ അപകടമാണ്. അപ്പോൾ ആൾക്കൂട്ടം ഇല്ലാതായപ്പോൾ വിശ്വാസം അറ്റുപോയെന്ന് ചിന്തിക്കാൻ തോന്നിയത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു മനസ്സിലാക്കുക. അതായത് നമ്മളിനി ധീരതയോടെ ഈ കാലഘട്ടത്തോടുകൂടി 2020 ആണ്ടോടുകൂടി ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രസക്തി തീർന്നു, ദേവാലയങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ തിരുസഭയുടെ പ്രസക്തി തീർന്നു എന്ന് പറയുന്നവരോട് പറയണം, അവരുടെ മുഖത്ത് നോക്കി, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വളരണം. ദേവാലയങ്ങൾ ഇനി എന്നും അടഞ്ഞുകിടന്നാലും, ഇനി വിശുദ്ധ കുർബാന എൻ്റെ നാവിൽ സ്വീകരിക്കാൻ കഴിയാത്ത വിധം പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഈ കാലം ഇനിയും എൻ്റെ മുമ്പിലേക്ക് എടുത്തു വെച്ചാലും, ഇനിയും കരുണയുടെ കൂടാരത്തിൽ കുമ്പസാരത്തിനണയാൻ കഴിയാത്ത വിധം അകലങ്ങളേറിയാലും, ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുക തന്നെ ചെയ്യും. കാരണം അതെൻ്റെ ഹൃദയത്തിൽ തൊട്ടറിഞ്ഞ നേരാണ്. കർത്താവ് ഈശോ മിശിഹ എന്നത് എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ തൊട്ടറിഞ്ഞ നേരാണ്, സത്യമാണ്. അതുണ്ടാകണമെന്ന്, ആ പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാകണം കർത്താവുമായിട്ട്. അതുകൊണ്ടല്ലേ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നില്ലേ, രക്തസ്രാവക്കാരി സ്ത്രീ. കഴിഞ്ഞ ദിവസം വായന ഉണ്ടായിരുന്നു കുർബാനയിൽ. കഴിഞ്ഞ ഞായറാഴ്ചകളിലൊന്നിൽ നമ്മൾ ഞായറാഴ്ച മധ്യേ, വിശുദ്ധ കുർബാന മധ്യേ വായിച്ച ഭാഗമാണത്. രക്തസ്രാവക്കാരി സ്ത്രീ ജൈറോസിൻ്റെ ഭവനത്തിലേക്ക് ഈശോ മകളെ സുഖപ്പെടുത്താൻ പോകുന്ന വഴിക്ക് കർത്താവിനെ പൊതിഞ്ഞ് ആൾക്കൂട്ടമുണ്ട്. എല്ലാവരും മുട്ടി ഉരുമി നടക്കുന്നു. അതിനിടയ്ക്ക് കർത്താവ് പറയുന്നു, ആരോ എന്നെ തൊട്ടു, ആരോ എന്നെ തൊട്ടു. പത്രോസ് കളിയാക്കാൻ തുടങ്ങി കർത്താവിനെ. ആരാ നിന്നെ തൊടാത്തത്? അത് പറ, ആരാ നിന്നെ തൊടാത്തത്? എല്ലാവരും തൊട്ടിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, അങ്ങനെ അല്ലടാവേ, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അതാണ് ആൾക്കൂട്ടവും പേഴ്സണൽ എൻകൗണ്ടറും തമ്മിലുള്ള വ്യത്യാസം. വ്യക്തിപരമായ കണ്ടുമുട്ടലും ആൾക്കൂട്ടവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ബാക്കി മുഴുവൻ ആൾക്കൂട്ടമായിരുന്നു. ആ സ്ത്രീയാകട്ടെ കർത്താവിനെ നേരിട്ട് കണ്ടുമുട്ടി, മിശിഹ അനുഭവം സ്വന്തമാക്കി. പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ ഇന്ന് അധികമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഇതിനു വേണ്ടിയിട്ടാണ്. കർത്താവേ, ചുറ്റുമുള്ളവരൊന്നും വിശ്വാസികളല്ലെങ്കിലും, ചിലപ്പോൾ അങ്ങനത്തെ കാലം നമുക്ക് പ്രതീക്ഷിക്കണം. ചുറ്റുമുള്ളവരൊന്നും വിശ്വാസികളല്ലെങ്കിലും, വിശ്വാസത്തെ സഹായിക്കുന്ന ഒന്നും എൻ്റെ ചുറ്റും സംഭവിക്കുന്നില്ലെങ്കിലും, അതേസമയം വിശ്വാസത്തിനെതിരായ, വിശ്വസിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ എൻ്റെ ചുറ്റും മല പോലെ ഓരോ ദിവസവും ഉയർന്നു വരുമ്പോഴും നിന്നിൽ വിശ്വസിക്കാൻ, ഞാനും നീയുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ഉറപ്പിൽ വിശ്വസിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ പേഴ്സണൽ എൻകൗണ്ടർ. ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മുഴുവൻ ഇതിനെക്കുറിച്ചായിരിക്കും. ഈ ഒരു വിഷയമായിരിക്കും. കർത്താവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലിന് വേണ്ടി ആഗ്രഹിക്കണം. ആ കണ്ടുമുട്ടൽ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ജോബിൻ്റെ പുസ്തകം 42 അധ്യായം 5 വാക്യം. ജോബ് 42:5. ഞാൻ സാധാരണ എല്ലാ ടോക്കിലും പറയുന്ന കാര്യം ആവർത്തിക്കുന്നു. ചുമ്മാ ഇരുന്ന് കാലുമാട്ടി ഇരുന്ന് കേട്ടുകൊണ്ടിരുന്നാൽ പോരാ, ബൈബിൾ എടുക്കണം. സമ്പൂർണ്ണ ബൈബിള് എടുക്കണം. അതെടുത്ത് തുറന്നു വയ്ക്കണം. കയ്യിലൊരു പേന, ഒരു ചെറിയ തുണ്ടുകടലാസ് ഉണ്ടാകണം. അതിൽ ഈ പറയുന്നതൊക്കെ ഒന്ന് കുറിച്ചിടണം. അത് വചനഭാഗം മാത്രമല്ല, നമ്മുടെ ഈ ടോക്ക് പോകുന്ന ആ പാറ്റേൺ ഒന്ന് കുറിച്ചിടണം. നമുക്കൊരു തിരിച്ചറിവ്, ഒരു വെട്ടം കിട്ടും. നമുക്കറിഞ്ഞുകൂടി ഈ പറഞ്ഞു പോകുന്നതിൽ ഏതാണ് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന്. അതുകൊണ്ട് ഒന്നിനെയും, ഒരു വാക്കിനെയും നിസ്സാരമായി കളയാതെ താല്പര്യത്തോടെ ഇരിക്കാൻ സ്നേഹബുദ്ധിയ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജോബിൻ്റെ പുസ്തകം 42 അധ്യായം 5 വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. ഇതാണ് ഈ വ്യക്തിപരമായ കണ്ടുമുട്ടൽ. നമ്മുടെ പലരുടെയും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇപ്പോഴും കേൾവിയിൽ നിൽക്കുകയാണ്. ദൈവം ഉണ്ടെന്ന് പറഞ്ഞു, കേട്ടു, ഓക്കെ ആയിക്കോട്ടെ. പള്ളി പോകാൻ പറഞ്ഞു, കേട്ടു, ആയിക്കോട്ടെ. കുമ്പസാരിക്കാൻ പറഞ്ഞു, കേട്ടു, ആയിക്കോട്ടെ. ധ്യാനത്തിന് പോകാൻ ആരെങ്കിലും പറഞ്ഞു, കേട്ടു, ആയിക്കോട്ടെ. ആ കേൾവിയുടെ ഘട്ടം കഴിഞ്ഞിട്ട് എപ്പോഴാണ് കാണുന്നത്? നേരോട് നേർക്ക് കാണുന്നത് എപ്പോഴാണ്?
അതാണ് ജോബ് പറയുന്നത്. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പോൾ ഞാൻ കാണുന്നു, അങ്ങയെ കാണുന്നു. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന, ഇത് ഞാൻ കുറേ നേരം ആവർത്തിച്ച് പറയാൻ പോകുന്ന വാക്കാണ് കേട്ടോ. ഈ ടോക്ക് അവസാനിക്കുമ്പോൾ എണ്ണിയാൽ ഒരുപാട് പ്രാവശ്യം ഇത് പറഞ്ഞു തീർത്തിട്ടുണ്ടായിരിക്കും. പേഴ്സണൽ എൻകൗണ്ടർ, വ്യക്തിപരമായ കണ്ടുമുട്ടൽ നടക്കണം കർത്താവുമായിട്ട്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. യാക്കോബ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കുവിൻ. ചേർന്ന് നിൽക്കും, ആ പ്രോക്സിമിറ്റി, തൊട്ടുരുമി മുട്ടിച്ചേർന്ന് കർത്താവുമായിട്ട് നിൽക്കുന്ന അനുഭവം. നേരത്തെ പറഞ്ഞു, ഞാൻ നിന്നെ മുഖത്തോട് മുഖം കാണുന്ന അനുഭവം. ഇപ്പോൾ ദേ ചേർന്ന് ഒരു സുഹൃത്തിനെ എന്ന പോലെ നമ്മളിങ്ങനെ ആലിംഗനം ചെയ്ത്, അല്ലെങ്കിൽ നമ്മളെ ആലിംഗനം ചെയ്ത് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന അനുഭവം. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. സങ്കീർത്തനം 27:8. ഇതെല്ലാം ഈ പറയുന്ന കാര്യത്തെ സാധൂകരിക്കുന്ന വചനഭാഗങ്ങളാണ്. കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഭാഗങ്ങൾ. സങ്കീർത്തനം 27:8 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, എൻ്റെ മുഖം തേടുവിനെന്ന് അവിടുന്ന് കൽപ്പിച്ചു, കർത്താവേ അങ്ങയുടെ മുഖം ഞാൻ തേടുന്നുവെന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. കർത്താവ് പറയുന്നു, നീ എൻ്റെ മുഖം തേട്, എന്നെ വന്ന് എൻ്റെ മുഖത്തോട് മുഖം നിന്ന് എൻ്റെ മുഖം കാണ്. എൻ്റെ മറുപടി, കർത്താവേ അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. വീണ്ടും ഈ പേഴ്സണൽ എൻകൗണ്ടർ. സങ്കീർത്തനം 34:8. സങ്കീർത്തനം 34:8 ഇങ്ങനെയാണ്, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. വീണ്ടും ആ ഡീപ്പ് റിലേഷനിലേക്ക് വരികയാണ്. രുചിച്ചറിയ കർത്താവിനെ. നമ്മൾ സാധാരണ പഞ്ചേന്ദ്രിയങ്ങൾ നോക്കിക്ക് എന്തൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കാണ്, ആദ്യം നീ കേട്ടു, ഇപ്പം നീ കാണ്, ചേർന്ന് മുട്ടിയിരിക്കുക, സ്കിൻ ടച്ച്. ഇപ്പം ദേ പറയുന്നു, ടേസ്റ്റ് മീ, കർത്താവിനെ രുചിച്ചറിയ്. അത്രമേൽ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. സങ്കീർത്തനം 42:1-2 വാക്യങ്ങൾ. 42-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു, എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. നേരത്തെ പറഞ്ഞു, കർത്താവിനെ രുചിച്ചറിയുവിൻ, ഇപ്പോൾ ദൈവത്തിന് വേണ്ടി ദാഹിക്കുവിൻ. ഈ പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം എന്താണ്? കർത്താവുമായിട്ടുള്ള ഒരു ഡീപ്പ് റിലേഷൻ, ആഴത്തിലുള്ള ഒരു ബന്ധം, ഒരു പേഴ്സണൽ ബന്ധം നമ്മൾ ഉണ്ടാക്കിയേ പറ്റൂ. അത് അത്യാവശ്യമാണ്. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവർ പ്രാർത്ഥിച്ചാലേ ഞാൻ പ്രാർത്ഥിക്കൂ എന്ന ശൈലി മാറ്റിയിട്ട് ഒരാൾക്കൂട്ടത്തിൻ്റെ സപ്പോർട്ട് തേടാതെ ഈ തീവ്രമായ അനുഭവത്തിൽ നിന്നുകൊണ്ട് വിശ്വാസം ജീവിക്കാൻ പറ്റണം. ഈ പേഴ്സണൽ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈശോയുമായിട്ടുള്ള ഈ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് പ്രവേശിച്ചവരുണ്ട്, ആ ബന്ധത്തിൻ്റെ നന്മ പറ്റിയവരുണ്ട്. അത് നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ് സുവിശേഷത്തിൽ നിന്ന്. അതായത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വലിയ തിരിച്ചറിവ്, എന്താണ് ക്രിസ്ത്യാനിറ്റി? ക്രിസ്തീയത, ക്രൈസ്തവ വിശ്വാസം എന്താണ്? അത് ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസിനെ ഫോളോ ചെയ്യുകയല്ല, ഒരു മൂല്യങ്ങളുടെ ശേഖരത്തെ പിന്തുടരുന്ന ഒരു സമൂഹത്തിൻ്റെ പേരല്ല ക്രിസ്ത്യാനിറ്റി. വളരെ പ്രത്യേകമായിട്ട് തിരിച്ചറിയണേ. ഒരു മൂല്യങ്ങളുടെ ശേഖരത്തെ, ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസിനെ ഫോളോ ചെയ്യുന്ന ഒരു സമൂഹമല്ല ക്രിസ്ത്യൻ ഗ്രൂപ്പ്, ക്രിസ്ത്യൻസ്. പിന്നെന്താണത്? അത് ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ പിൻചൊല്ലുന്നവർക്കുള്ള പേരാണ്. ആരാണത്? ജീസസ് ക്രൈസ്റ്റ്, ഈശോ മിശിഹായെ പിൻചൊല്ലുന്നവരുടെ പേരാണ് ക്രിസ്ത്യാനികൾ. അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ പിൻചൊല്ലുമ്പോൾ ആ വ്യക്തിയുമായിട്ടുള്ള കണ്ടുമുട്ടൽ അത്യാവശ്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ കാറ്റത്തഴിച്ചു വിട്ട ബലൂൺ പോലെ ഇങ്ങനെ അങ്ങ് പോവും, പറക്കുന്ന ബലൂൺ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ വ്യക്തിയുടെ കാലടികളെ പിൻചെല്ലാൻ നമുക്ക് പറ്റണം. നമ്മളിപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ സംസാരം പുരോഗമിച്ചു പോകുന്ന രീതി എങ്ങനെയെന്നറിയാമോ? അത് നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. ഇത് ആദ്യമേ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിൽ ഇങ്ങനെ കിടക്കും, ഇത്രയായി, ഇവിടം വരെയായി എന്നൊരു ഐഡിയ കിട്ടും. സുവിശേഷത്തിൽ ഈശോയുമായിട്ട് വ്യക്തിപരമായ കണ്ടുമുട്ടലുകൾ നടത്തിയ 6 പേരെ നമ്മളിപ്പോൾ ധ്യാനിക്കാൻ പോവുകയാണ്. ഈ 6 പേരിൽ ആദ്യത്തെ 3 പേര് ഈശോയുമായിട്ടുണ്ടായ ഈ കണ്ടുമുട്ടലിൻ്റെ ഫലമായി ജീവിതത്തിൽ മാറ്റം വന്നവരാണ്. ജീവിതത്തിൽ അതിൻ്റെ ഇമ്പാക്റ്റ്, ഈ എൻകൗണ്ടറിൻ്റെ, ഈ കണ്ടുമുട്ടലിൻ്റെ ഇമ്പാക്റ്റ് മായാത്ത മുദ്ര പോലെ പതിഞ്ഞവരാണ് ആദ്യത്തെ 3 പേര്.
അടുത്ത സെറ്റ് ആ 3 പേര് എന്താ പറ്റിയെന്നറിയാമോ? കർത്താവിനെ കണ്ടുമുട്ടി, നല്ലൊരു ചാൻസ് ഒക്കെ കിട്ടി, പക്ഷെ കൊണ്ടുപോയി കളഞ്ഞു കുളിച്ചു, നശിപ്പിച്ച് കളഞ്ഞു. നമ്മൾ ഇതിനകത്ത് ഏതിനകത്ത് പെടുമെന്ന് നോക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ധ്യാനം മുന്നോട്ട് പോകുന്ന രീതി. അപ്പോൾ നിങ്ങൾക്കത് ശ്രദ്ധയോടെ തന്നെ കേട്ടിരുന്ന് മനസ്സിലാക്കണം. ഈശോയെ കണ്ടുമുട്ടിയ 6 പേരിൽ ഉണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഒന്നാമത് ആള് ഈശോയുമായി വ്യക്തിപരമായ ഒരു പേഴ്സണൽ പ്രോക്സിമിറ്റി, ഈശോയുമായിട്ട് വളരെ അടുത്ത് വന്നിട്ട് ആ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടിയ ഒരാൾ. ഒന്നാമത്തെ ആൾ. ഇഷ്ടം പോലെ പേരുണ്ട് കേട്ടോ, അതിനകത്ത് നിന്ന് ഞാൻ ഇത്രയും പേരെ ചുരുക്കിയെടുത്തതേ ഉള്ളൂ. ഞാൻ ധ്യാനിക്കുന്ന ഒന്നാമത്തെ ആള് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ എപ്പോഴാണത്? എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്നപ്പോൾ തന്നെ, അവിടെ വെച്ച് തന്നെ ഈശോയുമായിട്ട് ഈ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ യോഹന്നാന് കിട്ടിയ ഗിഫ്റ്റ് എന്താണ്? നമ്മൾ അതും ധ്യാനിക്കുന്നുണ്ട്. ഈ ആദ്യത്തെ 3 പേരുണ്ടല്ലോ, ഈശോയുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിൽ വന്നിട്ട് ഒരു പോസിറ്റീവ് സൈഡിലേക്ക് മാറിയവർ, അവർക്ക് ഓരോ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ കണ്ടുമുട്ടൽ ഒരു സമ്മാനം നൽകിയിട്ടുണ്ട്. ഒന്നാമത് സ്നാപക യോഹന്നാൻ ഈശോയുമായിട്ട് ഇങ്ങനൊരു കണ്ടുമുട്ടൽ. എലിസബത്തിൻ്റെ ഉദരത്തിൽ സ്നാപക യോഹന്നാനുണ്ട്, മറിയത്തിൻ്റെ ഉദരത്തിൽ ഈശോ തമ്പുരാനുണ്ട്. ഇവർ തമ്മിൽ അങ്ങനെ ഒരു ചേർച്ച, ഒരു അടുപ്പം സംഭവിച്ചപ്പോൾ യോഹന്നാനിലുണ്ടായത്, യോഹന്നാൻ നിറഞ്ഞത് എന്തിനാലാണ്? ആനന്ദം കൊണ്ട് നിറഞ്ഞു. ആനന്ദം കൊണ്ട് നിറഞ്ഞു. ഒരു റിയൽ ബ്ലിസ് എന്ന അനുഭവം, വെറുതെ ഒരു കേവല സന്തോഷമോ കേവല ചിരിയോ അല്ല, ആനന്ദം. അതുപരിയായ ഒരു അനുഭവമാണ്, മാറ്റമില്ലാത്ത അനുഭവമാണ്. ആനന്ദം യോഹന്നാനിൽ നിറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നുണ്ട് അന്ന് എലിസബത്തിൻ്റെ ഉദരത്തിൽ ആനന്ദത്താൽ നിറഞ്ഞ സ്നാപക യോഹന്നാൻ പിന്നെ അവൻ്റെ ജീവിതം മുഴുവൻ ആടിത്തീർത്തത് ആനന്ദത്തിൻ്റെ നൃത്തമായിരുന്നു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമായിട്ട് തീതുപ്പുന്ന ഭാഷയിൽ മാനസാന്തരപ്പെടുവിനെന്ന് അണലി സന്തതികളെ എന്ന് അഭിസംബോധന ചെയ്ത് അവൻ സംസാരിക്കുമ്പോഴും അവൻ ആടിയിരുന്നത് ആനന്ദത്തിൻ്റെ നൃത്തമായിരുന്നു. അവൻ്റെ ചുണ്ടിൽ മായാത്ത പുഞ്ചിരി ഉണ്ടായിരുന്നു. ഹെറോദോസിന്റെ മുമ്പിലേക്ക് തളികയിൽ ശിരസ് ഛേദിച്ച് അവൻ്റെ തല കൊണ്ടുവെക്കുമ്പോൾ അപ്പോഴും അവൻ്റെ ചുണ്ടിലുണ്ടായിരിക്കും ഒരു മന്ദസ്മിതം. അത് ആനന്ദത്തിൻ്റെ പുഞ്ചിരിയാണ്. ഒരിക്കലും മായാത്ത മറയാത്ത സ്വർഗീയ ആനന്ദത്തിൻ്റെ അനുഭവം കിട്ടിയവന് പിന്നെ ഒരു സഹനത്തിലും പുഞ്ചിരി മാഞ്ഞു പോകില്ല. അതാണ് സ്നാപക യോഹന്നാനിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈശോയുമായുള്ള കണ്ടുമുട്ടൽ നമ്മളെ നയിക്കുന്നത് ആനന്ദത്തിലേക്ക്, ഒരു ഹെവൻലി ബ്ലിസ് എന്ന അനുഭവം, സ്വർഗീയമായ ഒരു ആനന്ദത്തിലേക്ക് നയിക്കും. നമുക്കത് വേണ്ടേ? വേണം, നമുക്കത് വേണം. കാരണം എന്താ? ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ഒട്ടും കിട്ടാത്തത് അതാണ്. ബാക്കിയെല്ലാം ഉണ്ട്, പ്രത്യേകിച്ച് ചില അത്യാവശ്യം എല്ലാം ഉണ്ടെന്ന് ഇവർക്ക് ആനന്ദിച്ചാൽ എന്താ എന്ന് നമുക്ക് തോന്നിപ്പോവും ചില മനുഷ്യരുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഒരു കുറവില്ല, പക്ഷെ അവർക്ക് ആനന്ദമില്ല. നമ്മൾ ചോദിക്കും ചുമ്മാ ചിരിക്കത്തില്ല. കാരണം ഈ അനുഭവം കിട്ടുന്നില്ല, സന്തോഷം കിട്ടുന്നില്ല. എപ്പോഴും ടെൻഷനാണ്. ഈ സന്തോഷാനുഭവം കിട്ടാത്ത എന്തുകൊണ്ടെന്ന് അറിയാമോ? കർത്താവുമായിട്ട് കണ്ടുമുട്ടണം. സാധാരണ നമ്മൾ ക്ലീശേ പോലെ പറയുന്നില്ലേ, എല്ലാം ഉണ്ട്, നല്ല വീട്, നല്ല കാറ്, ഇഷ്ടം പോലെ സ്വത്ത്, എന്നിട്ടെന്താ ചേട്ടൻ ചിരിക്കാത്തത്? എന്നിട്ടെന്താ ഒരു ചിരിയോടെ അന്തി ഉറങ്ങാത്തത്? എന്നിട്ടെന്താ ഒരു ചിരിയോടെ ഉണർന്നെഴുന്നേറ്റ് വരാത്തത്? അപ്പോൾ ഇതൊന്നും അല്ല ആനന്ദത്തിൻ്റെ കാരണമെന്ന് മനസ്സിലായില്ലേ? ഇതൊന്നും കൊണ്ട് ആനന്ദം ഒരു നേരം ഒരു അരമണിക്കൂർ ഇരുന്ന് പൊട്ടിച്ചിരിക്കാൻ പറ്റും, അത് പറ്റും. അതല്ല ആനന്ദം, അങ്ങനെ വിചാരിക്കരുത്. ജഗതി ശ്രീകുമാറിൻ്റെ കോമഡി ഇട്ടിട്ട് ചിരിക്കുന്നതല്ല ആനന്ദം, വെഞ്ഞാറമൂടിൻ്റെ കോമഡി കേട്ട് ചിരിക്കുന്നതല്ല ആനന്ദം. അതൊക്കെ ആ നേരത്തെ സംഭവം. അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുമ്പോൾ, ഞാൻ ഇന്നലെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു എന്താണ് സന്തോഷവും ആനന്ദവും തമ്മിലുള്ള വ്യത്യാസം. സന്തോഷം, എനിക്കെന്തെങ്കിലും കിട്ടുമ്പോൾ എൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിയുന്നു, അതാണ് സന്തോഷം. അതെല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ എനിക്കിത് കിട്ടിയില്ല, പക്ഷെ എൻ്റെ അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരന് അവനതേ അപ്രതീക്ഷിതമായിട്ടൊരു നല്ല സമ്മാനം കിട്ടുന്നു, അപ്പോഴും എൻ്റെ ചുണ്ടിൽ പുഞ്ചിരിയാണെങ്കിൽ അതാണ് ആനന്ദം. മറ്റേത് സന്തോഷമോ, എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നാൽ സന്തോഷം, പ്ലഷർ. മറ്റേത് ജോയ്, ബ്ലിസ്. ഈ ആനന്ദാനുഭവം ഉണ്ടാകണം, അത്യാവശ്യമാണ്. ഈ ആനന്ദമാണ് നമ്മളെ മുന്നോട്ട് ജീവിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സന്തോഷങ്ങൾക്കൊന്നും നിലനിൽപ്പ് ഇല്ലാതായി പോകും. നമ്മൾ പ്രാർത്ഥിക്കണം. ദിനവൃത്താന്തം 1-ാം പുസ്തകത്തിൻ്റെ 16-ാം അധ്യായം 27-ാം വാക്യം. ദിനവൃത്താന്തം 1-ാം പുസ്തകം 16-ാം അധ്യായം 27-ാം വാക്യം. ഞാൻ പറഞ്ഞു, ബൈബിൾ കയ്യിൽ പിടിക്കണം, എടുക്കണം, എന്നോടൊപ്പം വായിക്കണം. ഞാനും നിങ്ങളോടൊപ്പം ഇങ്ങനെ മറിച്ചെടുക്കുകയാണ്. ദിനവൃത്താന്തം 1-ാം പുസ്തകം 16-ാം അധ്യായം 27-ാം വാക്യം ഇങ്ങനെയാണ്:
മഹത്വവും തേജസ്സും അവിടുത്തെ വലയം ചെയ്യുന്നു. ശക്തിയും ആനന്ദവും അവിടുത്തെ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ആനന്ദം നിറഞ്ഞു നിൽക്കും. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ആനന്ദം നിറഞ്ഞു നിൽക്കും. ഒരിക്കൽ ഒരു മിണ്ടാമഠത്തിൽ പോയ അനുഭവം ഓർക്കുകയാണ്. എൻ്റെ കൂടെ വന്നയാൾ അത്ര വിശ്വാസമുള്ള ആളല്ല. അങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തെ അത്ര കാര്യമായിട്ട് എടുക്കുകയോ, ക്രിസ്ത്യാനിയാണ്, സന്യാസ പൗരോഹിത്യ ജീവിതത്തെ അത്ര വിലയുള്ളതായി കാണുകയോ ഒന്നും ചെയ്യുന്ന മനുഷ്യനല്ല. ഇതൊക്കെ ഒരു ഒളിച്ചോട്ടമാണ്, മടിയന്മാരുടെ പണിയാണ് എന്നൊക്കെയാണ് ആളുടെ ധാരണ. എന്നാലും എൻ്റെ സുഹൃത്താണ്. അങ്ങനെ ഇദ്ദേഹവുമായിട്ട് ഞാനൊരു മിണ്ടാമഠത്തിൽ ചെന്നു. മിണ്ടാമഠത്തിലെ പതിവുകൾ നിങ്ങൾക്കറിയാമായിരിക്കും. ഇവർ ഒരു ആവൃത്തിക്കുള്ളിലാണ് അവരുടെ ജീവിതം മുഴുവൻ. വോട്ട് ചെയ്യാനും ഗൗരവമുള്ള അസുഖങ്ങൾക്ക് ഡോക്ടറെ കാണാനും മാത്രമേ അവർ പുറത്തിറങ്ങാറുള്ളൂ. അല്ലെങ്കിൽ മുഴുവൻ പുറം ലോകവുമായി ബന്ധമില്ലാതെ ഒരു ആവൃത്തിക്കുള്ളിൽ. പിന്നെ നമ്മൾ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു അഴിക്കുള്ളിൽ നമുക്ക് അവരെ കാണാം. നമ്മളൊരു സ്ഥലത്തിരിക്കും, അവിടെ ചെറിയൊരു കമ്പി കൊണ്ട് വേർതിരിച്ചൊരു സ്ഥലത്തെ ജാലകം തുറക്കും. അപ്പുറത്ത് ഇവർ വന്ന് നിൽക്കും. നമുക്ക് കുറച്ച് നേരം സംസാരിക്കാൻ പറ്റും, പ്രത്യേക അനുവാദം മേടിച്ചാൽ. ഞങ്ങൾ പോയിരുന്നു, ഈ ജാലകം തുറന്നു, അപ്പുറത്ത് ഇവർ വന്ന് നിന്നു, ഈ കന്യാസ്ത്രീ അമ്മമാർ വന്ന് നിന്നു. ഈ മനുഷ്യൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഞാൻ ഓർത്തത് ഇദ്ദേഹം ഒന്നും മിണ്ടത്തില്ലായിരിക്കുമെന്ന്. പക്ഷെ പിന്നെ കുറച്ച് നേരം ഇവരോട് സംസാരിച്ചതെല്ലാം ഈ മനുഷ്യനാണ്. ഞാൻ അധികം സംസാരിക്കാതെ മാറി നിന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ജാലകമടച്ചു, പുറത്തിറങ്ങിയിട്ട് ഈ ഇദ്ദേഹം എന്നോട് ചോദ്യം, ഇവർക്കെങ്ങനെയാണ് ഇത്രയും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഇവരുടെ മുഖത്ത് ഇത്രയും പ്രകാശം? നമ്മൾ ലോകത്തിൻ്റെ മെച്ചപ്പാടെന്ന് വിചാരിക്കുന്ന ഒന്നും ഇവർക്ക് ആക്സസിബിൾ അല്ല. അതാരും വിലക്കിയതല്ല, അവരായിട്ട് വേണ്ടെന്ന് വെച്ചു. അതൊന്നും വേണ്ടെന്ന് വെച്ചു, അതൊക്കെ വേണ്ടെന്ന് വെച്ചു. പക്ഷെ ഇപ്പോഴേ അവരുടെ മുഖത്ത് ഭൂമിയിൽ ആരിലും കാണാത്ത വിധം ഒരു ഗ്ലോയുണ്ട്, ഒരു ശോഭയുണ്ട്. അവരുടെ മുഖത്ത് മായാത്ത പുഞ്ചിരിയുണ്ട്. എങ്ങനെ സാധിക്കുന്നു? ഉത്തരമാണിത്. ദിനവൃത്താന്തം 1-ാം പുസ്തകം 16-ാം അധ്യായം 27-ാം വാക്യം. കർത്താവിൻ്റെ ആലയത്തിൽ ആനന്ദം നിറഞ്ഞു നിൽക്കുന്നു. അതാണ് കർത്താവുമായിട്ട് ബന്ധത്തിലാകുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം. നമ്മുടെയൊക്കെ മുഖത്തൊരു സന്തോഷം. ചില മനുഷ്യരെ കണ്ട നോക്കാൻ തോന്നുന്നില്ല, നമുക്ക് മുഖത്തോട്ട് നോക്കാൻ തോന്നുന്നില്ല. കാരണം ഇങ്ങനെ മൂടിക്കെട്ടിയിരിക്കുകയാണ്. ചിരിക്കണമെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് പുഞ്ചിരി ഒട്ടിച്ചു വെച്ച് നടന്നാൽ 2 ദിവസം കഴിയുമ്പോൾ അത് പറഞ്ഞു പോകും. അതുപോരാ, കർത്താവിനെ കാണുന്നതിൻ്റെ സന്തോഷത്തിൽ, കണ്ടതിൻ്റെ സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റണം. സങ്കീർത്തനം 16:11, സങ്കീർത്തന വാക്യം 16-ാം സങ്കീർത്തനം 11-ാം വാക്യം. അതിങ്ങനെയാണ്: അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. അവസാനിക്കാത്ത സന്തോഷം, ആനന്ദം അവൻ്റെ കയ്യിലുണ്ട്, കർത്താവിൻ്റെ കയ്യിലുണ്ട്. അതാണ് സ്നാപകന് സംഭവിച്ചത്. അവൻ കർത്താവുമായിട്ട് പേഴ്സണൽ എൻകൗണ്ടറിലേക്ക് വന്നു. അന്ന് തുടങ്ങിയ ആനന്ദം അവൻ്റെ കഴുത്ത് ഛേദിക്കപ്പെട്ട നേരം വരെയും അതിനപ്പുറത്തേക്കും അവൻ്റെ ആനന്ദം തുടർന്നു. അത് സ്വർഗത്തോളം എത്തി. അപ്പോൾ കർത്താവിനെ കണ്ടുമുട്ടണം. അതിൻ്റെ ഫലമായി നമ്മളിൽ എന്തുണ്ടാകും? ആനന്ദം ഉണ്ടാകും. രണ്ടാമത്തത്, കർത്താവിനെ കണ്ടുമുട്ടിയ രണ്ടാമത്തെ കൂട്ടര് ജ്ഞാനികൾ. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ജ്ഞാനികൾ. പുൽക്കൂട്ടിൽ പിറന്നു വീണ പൈതലിനെ കാണാൻ കിഴക്ക് നിന്ന് യാത്ര ചെയ്തു വന്ന ജ്ഞാനികൾ. ഇവർ വന്ന് കർത്താവിനെ കാണുന്നു, ആരാധിക്കുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യമൊക്കെ തന്നെ കാണുന്നു, നേർച്ചയും അല്ലെങ്കിൽ സമ്മാനങ്ങളും ഒക്കെ കൊണ്ടുവെക്കുന്നു, കുമ്പിട്ട് ആരാധിക്കുന്നു. എല്ലാം നമ്മൾ ചെയ്ത കാര്യമാണ്. പിന്നെ എവിടെയാണെന്നറിയാമോ ഇവർക്കുണ്ടായ ഇമ്പാക്റ്റ്? ഈ എൻകൗണ്ടർ, ഈ കണ്ടുമുട്ടൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണ്? അത് പിന്നെ നമ്മൾ വായിക്കുന്ന ഭാഗമാണ്. അവർ വന്ന വഴിയെ അല്ല തിരിച്ചു പോയത്. ഈ ജ്ഞാനികൾ വന്ന വഴിയെ അല്ല തിരിച്ചു പോയത്. കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ ആ കണ്ടുമുട്ടലിൽ ഒരു സത്യമുണ്ടെങ്കിൽ, നേരുണ്ടെങ്കിൽ, പിന്നെ സംഭവിക്കേണ്ട കാര്യം വന്ന വഴിയെ തിരിച്ചു പോകരുത്. നമുക്കെന്താ പറ്റുന്നത്? നമ്മൾ ഏത് വഴിയെ, ഏത് കുടുംബ സാഹചര്യത്തിൽ നിന്ന്, ഏത് തൊഴിൽ സാഹചര്യത്തിൽ നിന്ന്, ഏത് പാപത്തിൻ്റെ മേഖലയിൽ നിന്ന്, ഏത് കെട്ടുപാടുകളിൽ നിന്ന് കർത്താവിനെ ആരാധിക്കാൻ വന്നോ, നമ്മൾ വീണ്ടും പോകുന്നത് അതേ ബന്ധനങ്ങളിലേക്ക് തന്നെയാണ്, അതേ പാപ സാഹചര്യങ്ങളിലേക്ക് തന്നെയാണ്. എന്തുകൊണ്ട് നീ പുതിയൊരു വഴി തേടുന്നില്ല?
കർത്താവിനെ കണ്ടുമുട്ടുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട അടുത്ത നന്മയാണ് മാനസാന്തരം. പുതിയ വഴി തേടണം. പഴയ വഴികളിലേക്ക് ഇനി തിരിച്ചു പോകരുത്. ഇതാണ് നമ്മുടെ ഡ്യൂപ്ലിസിറ്റി. അതായത് നമ്മൾ പാപത്തിൻ്റെ ഇന്ന് രാവിലെയും കൂടെ അല്ലെങ്കിൽ ഇന്നലെയും കൂടെ പാപം ചെയ്തു. ഇപ്പോൾ ഇത് കാണുന്നതിന് തൊട്ട് മുമ്പും പാപം ചെയ്തു. കുമ്പസാരിക്കുന്നതിന് തൊട്ട് മുമ്പും ഒരു പാപം ചെയ്തു. എന്നിട്ട് നമ്മൾ വന്നിട്ട് കർത്താവിനെ ആരാധിക്കുന്നു, കുമ്പസാരിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. പിറ്റേ ദിവസവും അതേ പാപം തന്നെ ചെയ്യുമ്പോൾ അപ്പോൾ ഈ കർത്താവുമായിട്ടുള്ള കണ്ടുമുട്ടൽ എൻ്റെ ജീവിതത്തിൽ എന്ത് ഇമ്പാക്റ്റ് വരുത്തി? ഒന്നും നടന്നിട്ടില്ല. വെറുതെ ആയിപ്പോയി. അപ്പോൾ ഈ ജ്ഞാനികളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? അവർ പുതിയൊരു വഴിയെ തിരികെ പോകണം. അല്ലെങ്കിൽ ഈ ജ്ഞാനികൾ വന്ന വഴിയെ തിരികെ പോയിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? അവർ ഹേറോദോസിൻ്റെ അരമനയിൽ കയറിയേനെ. ഹേറോദോസ് ലൊക്കേഷൻ മനസ്സിലാക്കിയേനെ. കർത്താവിനെ കുരുതി കൊടുക്കേണ്ട വന്നേനെ ഈ ജ്ഞാനികൾക്ക്. നീ വന്ന വഴിയെ, ഓരോ തവണയും വന്ന വഴിയെ തിരിച്ചു പോകുമ്പോൾ, കർത്താവിനെ കണ്ട് അതേ വഴിയെ തിരിച്ചു പോകുമ്പോൾ ഞാനും നീയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കർത്താവിനെ ഒറ്റുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പുതിയ വഴിയെ, ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം, ഇപ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് നൗ, ഇപ്പോഴെങ്കിലും, കുറേ കാലം ആയില്ലെന്ന്, ഈ വഴി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇപ്പോഴെങ്കിലും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ. ഇപ്പോഴെങ്കിലും വിലാപത്തോടും നെടുവീർപ്പോടും ഉപവാസത്തോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ. ഒരു പുതിയ വഴിവെട്ട് അതിന് നമുക്ക് കഴിയട്ടെ. മൂന്നാമത്തെ കൂട്ടര്, ഈശോയുമായിട്ട് കണ്ടുമുട്ടലായ മൂന്നാമത്തെ ആള്, അതൊരു പ്രധാനപ്പെട്ട കക്ഷിയാണ് നിക്കോദേമോസ്. എന്താ നിക്കോദേമോസിന് സംഭവിച്ചത്? ഇപ്പോൾ ഇതുവരെ വന്ന കാര്യങ്ങൾ റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കണം, മുറിഞ്ഞു പോകരുത്. ഇത് തലയിൽ ഇങ്ങ് പതിപ്പിക്കണം. നമ്മൾ പറഞ്ഞു വന്നത് ഈശോയുമായിട്ടൊരു വ്യക്തിപരമായ കണ്ടുമുട്ടൽ അത്യന്താപേക്ഷിതമാണ്, മസ്റ്റാണെന്ന്. കാരണം നേരത്തെ കാലം പോലെ അല്ലിത്. നേരത്തെ നമുക്ക് അത്ര വലിയ മിശിഹ അനുഭവം, ദൈവാനുഭവം ഇല്ലെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തും മുമ്പിലും പുറകിലും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നുകൊണ്ട് തള്ളിക്കയറ്റി നമ്മളെയും കൊണ്ടുപോയിക്കൊള്ളുമായിരുന്നു. അങ്ങനെയായിരുന്നു. ചില മനുഷ്യരുടെ കുർബാന സ്വീകരണത്തിന് പോകുന്ന അങ്ങനെയാണ്. മുമ്പിലെ ആൾക്കാർ പോകുന്നു, രണ്ട് സൈഡിൽ നിന്ന് ആൾക്കാർ പോകുന്നു, പുറകിൽ നിന്നെ തള്ളുന്നു, എന്നാൽ പിന്നെ ഞാനും പോയേക്കാമെന്ന് പറഞ്ഞ് ഒരു പോക്കായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മുടെ വിശ്വാസ ജീവിതം. ഇനിയിപ്പോൾ അങ്ങനെ ഇല്ല, അതിനുള്ള സാഹചര്യങ്ങളില്ല. ഏത് കാലത്തെല്ലാം പഴയതുപോലെ ആകുമെന്ന് നമുക്ക് വലിയ നിശ്ചയവുമില്ല. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ വിശ്വാസ അനുഭവം വളരെ പ്രധാനപ്പെട്ടതാണ്, ഈശോയുമായിട്ടുള്ള കണ്ടുമുട്ടൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 പേര് ഈശോയെ കണ്ടുമുട്ടിയവര്. ഒന്നാമത്തത് സ്നാപക യോഹന്നാൻ, ഈശോയുമായിട്ട് കണ്ടുമുട്ടലായവൻ. എന്ത് സമ്മാനം കിട്ടി, എന്ത് അനുഭവം ഉണ്ടായി ജീവിതത്തിൽ? ആനന്ദം, സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടായി. രണ്ടാമത് ഈശോയെ കണ്ടുമുട്ടിയത് ജ്ഞാനികൾ. എന്താണ് ഇമ്പാക്റ്റ്? മാനസാന്തരം, വന്ന വഴിയെ തിരിച്ചു പോയില്ല, പുതിയൊരു വഴി വെട്ടി. മൂന്നാമത്തത് നിക്കോദേമോസ് ഈശോയെ കാണാൻ വരുന്നൊരു രംഗമുണ്ട്. നിങ്ങൾ ബൈബിളിൽ കണ്ടുപിടിച്ച് വായിക്കണം. നിക്കോദേമോസ് ഈശോയെ കാണാൻ വന്ന നേരത്തെക്കുറിച്ച് ഒരു സൂചനയുണ്ട്. എന്താ സൂചന? നിക്കോദേമോസ് ആരാന്നറിയാവോ? സാൻഹെദ്രീൻ സംഘത്തിലെ ഒരു അംഗമാണ്. എന്താണ് ഈ സാൻഹെദ്രീൻ സംഘം? യഹൂദരുടെ ഒരു ഉന്നത അധികാര ബോഡിയാണ് സാൻഹെദ്രീൻ സംഘം. ഈ സാൻഹെദ്രീൻ സംഘത്തിലെ മെമ്പർഷിപ്പുള്ള ആളാണ് നിക്കോദേമോസ്. അപ്പോൾ നിക്കോദേമോസിന് ഈശോയെ കാണണം. അപ്പോൾ അയാൾ എപ്പോൾ വന്നു? അയാൾ രാത്രിയിൽ വന്നു ഈശോയെ കാണാൻ. ആരും അറിയരുത്. ചിലരുണ്ട് അങ്ങനെ. എൻ്റെ വിശ്വാസം എൻ്റെ പേഴ്സണൽ കാര്യമല്ലേ, വേറെ ആരും അറിയണ്ട എന്ന് പറഞ്ഞാൽ പകൽവെട്ടത്തിൽ കർത്താവിന് സാക്ഷ്യം കൊടുക്കാൻ മടിക്കുന്നവരുണ്ട്. ഇരുട്ടിൻ്റെ മറവിൽ ഞാനും എൻ്റെ കർത്താവ് മാത്രമുള്ള ഇടപാടല്ലേ എൻ്റെ വിശ്വാസമെന്ന് വ്യാഖ്യാനം ചമച്ച് സേഫ് സോണിൽ കളിക്കുന്നവർ. അങ്ങനെ ഒരാളാണ് നിക്കോദേമോസ്. ആയിരുന്നു കർത്താവിനെ കാണാൻ വന്നപ്പോൾ. കർത്താവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ വന്നത് രാത്രിയിലാണെങ്കിലും അയാളുടെ ഉള്ളിൽ സൂര്യൻ ഉദിച്ചു. നേരത്തെ പ്രഭാതം പൊട്ടിവിടർന്നു നിക്കോദേമോസിന്. വന്നത് രാത്രിയിലാണെങ്കിലും സൂര്യൻ അയാൾക്ക് നേരത്തെ ഉദിച്ചു. അതുകൊണ്ടാണ് ആകാശം ഇരുണ്ടുപോയൊരു നേരത്ത്, നിങ്ങൾ ശ്രദ്ധിക്കണം, രാത്രിയിൽ വന്നവൻ കർത്താവിനെ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ പ്രകാശം പൊട്ടിവിരിഞ്ഞു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയപ്പോൾ എങ്ങുമെങ്ങും കുറ്റാക്കൂരിട്ട് വ്യാപിച്ചപ്പോൾ
ഈ ഉള്ളിൽ കിട്ടിയ പ്രകാശത്തെ അയാൾ പുറത്തേക്ക് വിട്ടു. എപ്പോഴാണെന്നറിയാമോ? കാൽവരിയുടെ നെറുകയിൽ കർത്താവ് തമ്പുരാൻ അവൻ്റെ ജീവൻ എനിക്കും നിനക്കും വേണ്ടി ബലിയായി ഹോമിച്ചപ്പോ, അവൻ്റെ പ്രിയപ്പെട്ടവർ പോലും അവനെ കൈവെടിഞ്ഞിട്ട് നാലുപാടും ചിതറിയോടിയപ്പോ, അവൻ്റെ ശരീരം അനാഥമായി കുരിശിൽ കിടന്നപ്പോ ആര് മുന്നോട്ട് വന്നു? അന്ന് ഇരുട്ടിൻ്റെ മറവിൽ കർത്താവിനെ തേടി വന്നവൻ ഇന്ന് എല്ലാ ലജ്ജകളെയും എല്ലാ നാണങ്ങളെയും എല്ലാ അപമാനങ്ങളെയും ദൂരെ എറിഞ്ഞിട്ട് പരസ്യമായിട്ട് വന്ന് കർത്താവിനെ ഏറ്റെടുക്കുകയാണ്. ഈശോയുടെ ശരീരത്തെ ഏറ്റവും ആദരപൂർവ്വം സംസ്കരിക്കാൻ മുന്നിട്ടിറങ്ങി വരികയാണ് നിക്കോദേമോസ്. അപ്പോൾ നിക്കോദേമോസിന് ഈശോയുമായിട്ടുള്ള കണ്ടുമുട്ടൽ കൊടുത്ത സമ്മാനം എന്താണെന്നറിയാമോ? ധൈര്യം. ധൈര്യം. ഈശോയുമായിട്ട് നേരിട്ട് കണ്ടുമുട്ടൽ അനുഭവം കിട്ടിയവന് പിന്നെ ഒന്നിനെ പേടിയുണ്ടാകില്ല, ധൈര്യം ഉണ്ടാകും. ഇന്ന് നമുക്കില്ലാതായി പോകുന്നത് ധൈര്യമാണ്. ഇന്നത്തെ ക്രിസ്ത്യാനി ഭീരുവായ ക്രിസ്ത്യാനിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനെയും പേടിയാണ്, എല്ലാവരെയും പേടിയാണ്. ചുറ്റുപാട് നിന്ന് നമുക്കെതിരെ ശത്രുക്കളുടെ എണ്ണമേറുന്നെന്ന് അറിയുമ്പോൾ, വാർത്താ മാധ്യമങ്ങളിലൂടെ ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ ഏറുന്നു എന്നറിയുമ്പോൾ തന്നെ വീട്ടകത്തിരുന്ന് മുട്ടടിക്കുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടുകയാണ്. ധീരത എവിടെ പോയി ക്രിസ്ത്യാനികളുടെ? നമ്മുടെ പൂർവികര് ചോര കൊടുത്തും വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ച് ചരിത്രം വായിച്ച് രോമാഞ്ച കഞ്ചുകമണിയാമെന്നല്ലാതെ അതിനപ്പുറത്ത് എവിടെയാണ് ക്രൈസ്തവ ധീരത? കൈമോശം വന്നു പോയി. നമുക്ക് ധീരതയോടെ സാക്ഷ്യം വഹിക്കാൻ പറ്റണം. ധീരതയോടെ കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ പറ്റണം. നമുക്കറിയാമല്ലോ, അറിയാമെന്ന് വിചാരിക്കുന്നു. ഈശോയുടെ ശരീരം കുരിശിൽ കിടക്കുന്നു. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേന്ന് ശാബതമാകും. ഇതാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. ഇങ്ങനെ കുരിശേൽ തറയ്ക്കപ്പെടുന്നവരുടെ ശരീരത്തിന് രണ്ട് വിധിയാണ്, രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ഒന്നുകിൽ ഈശോയുടെ ശരീരം അല്ലെങ്കിൽ കുരിശിൽ തറയ്ക്കപ്പെട്ടവരുടെ ശരീരം ഇവര് ഇങ്ങനെ വലിച്ചു പറിച്ചെടുത്ത് അടുത്തുള്ള ഒരു കുഴിയിലേക്ക് എറിയും. അല്ലെങ്കിൽ രണ്ടാമത് സംഭവിക്കാൻ പോകുന്നത് ഇത് കഴുകന്മാര് കൊത്തിപ്പറിച്ച് എടുത്തുകൊണ്ടു പോകും. ഈശോയുടെ ശരീരത്തിന് എന്ത് സംഭവിക്കാനായിരുന്നു സാധ്യത എന്നറിയാമോ? ഈശോയുടെ ശരീരത്തിന് മിക്കവാറും കഴുകന്മാർ കൊത്തിപ്പറിച്ചു കൊണ്ടുപോയേനെ. എങ്ങനെ? അന്ന് വെള്ളിയാഴ്ചയാണ്. മണിക്കൂറുകൾക്കപ്പുറത്ത് സാബത്ത് തുടങ്ങും. സാബത്ത് തുടങ്ങിയാൽ പിന്നെ ഇവർ മൃതദേഹത്തിൽ തൊടില്ല യഹൂദൻ. പിന്നെയും 24 മണിക്കൂർ കഴിയണം. 24 മണിക്കൂർ കഴിയുന്നതോടുകൂടി ഇത് കൊത്തിപ്പറിച്ചു കൊണ്ടുപോയേനെ. അപ്പോഴാണ് അതുവരെ മറഞ്ഞിരുന്ന രണ്ടുപേര് മുന്നോട്ട് വരുന്നത്, നിക്കോദേമോസും അരിമത്ത്യക്കാരൻ ജോസഫും. രാജാവിൻ്റെ മുമ്പിൽ പോയി പറയുകയാണ്, ഞങ്ങളുടെ കർത്താവിൻ്റെ ശരീരം ഞങ്ങൾക്ക് വിട്ടുതരണം. രാജാവിൻ്റെ മുമ്പിൽ പോയി പോലും ധീരതയോടെ തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കാൻ അവർ ധൈര്യം കാണിക്കുന്നു. എന്നിട്ട് പോയി 100 റാത്തൽ സുഗന്ധക്കൂട്ട് വാങ്ങിച്ചിട്ട് സുഗന്ധക്കൂട്ടിൽ പൊതിഞ്ഞ് കർത്താവിൻ്റെ മൃതശരീരം ഉചിതമായി സംസ്കരിക്കുന്നു. ഇവിടെ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. കർത്താവിൻ്റെ ശരീരമാണ് കുരിശിൽ കിടക്കുന്നത്. കർത്താവിൻ്റെ ശരീരമാണ് കഴുകന്മാർക്ക് കൊത്തിപ്പറിക്കാൻ പാകത്തിൽ കുരിശിൽ കിടക്കുന്നത്. കർത്താവിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? സൺഡേ സ്കൂളിൽ പോയിട്ടുള്ളവർക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും. എന്താണ് കർത്താവിൻ്റെ ശരീരം? എന്താണ് കർത്താവിൻ്റെ ശരീരം? പൗലോസ് ശ്ലീഹ പറയുന്നു, ശിരസ് മിശിഹായും ശരീരം അവൻ്റെ സഭയുമാണ്. ശിരസ് മിശിഹായും ശരീരം അവൻ്റെ സഭയുമാണ്. അപ്പോൾ കുരിശിൽ കിടക്കുന്നത്, കർത്താവിൻ്റെ ശരീരം കുരിശിൽ കിടക്കുന്നു പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ സഭ കുരിശിൽ കിടക്കുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമായ സഭ കുരിശിൽ കിടക്കുകയാണ്. കഴുകന്മാർക്ക് കൊത്തിവലിച്ചെടുക്കാൻ പാകത്തിൽ കുരിശിൽ കിടക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ നിക്കോദേമോസിനുണ്ടായ ധീരതയുടെ ആ അനുഭവത്തോടെ മുന്നോട്ടിറങ്ങി വന്ന് സഭയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി സംസാരിക്കാൻ നിന്റെ ഉള്ളിൽ പ്രചോദനമുണ്ടാകണം. അത് ഈ കണ്ടുമുട്ടൽ സമ്മാനിക്കേണ്ടതാണ്. ഈ ധൈര്യം നമുക്കിപ്പോൾ എന്താ പറ്റുന്നറിയാമോ? ക്രിസ്ത്യാനി സഹിഷ്ണുതയോടെ പെരുമാറണമെന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ വാക്കുകളുടെ വ്യത്യാസം ശ്രദ്ധിക്കണേ. ക്രിസ്ത്യാനി എപ്പോഴും സഹിഷ്ണുതയോടെ പെരുമാറണം. നല്ല കാര്യമാണ്. സഹിഷ്ണുത നമുക്കുണ്ട്, ഉണ്ടാകണം. ഇനിയുള്ള കാലത്തും കൈമോശം വരാതെ ചേർത്ത് പിടിക്കേണ്ട സുഹൃതമാണ് എന്ത്? സഹിഷ്ണുത. പക്ഷെ ഇപ്പം എന്താ ഉള്ളതെന്നറിയാമോ? ഇപ്പോൾ ഉള്ളത് നിസ്സംഗത. ഒന്നിനോടും ഒരു വികാരമില്ല, ഒന്നിനോടും ഒരു പ്രതികരണമില്ല. രണ്ട് വാക്കുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നേ. സഹിഷ്ണുത എന്നാൽ ടോളറൻസ്. നമ്മൾ ടോളറേറ്റ് ചെയ്യും.
അവൻ്റെ തെറ്റുകളെ, അവൻ്റെ ഇടർച്ചകളെ, അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് കാണിക്കുന്ന ചില കാര്യങ്ങളെയൊക്കെ നമ്മൾ ടോളറേറ്റ് ചെയ്യും. സഹിഷ്ണുത കാണിക്കണം, ക്രിസ്ത്യാനി സഹിഷ്ണുത കാണിച്ചേ പറ്റൂ. പക്ഷെ ഇൻഡിഫറൻ്റ് ആയി പോകരുത്. എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല, എൻ്റെ വീടിൻ്റെ മതിൽ പൊളിയുന്നത് വരെ ഞാൻ മിണ്ടില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ കവർന്നെടുക്കുന്നത് വരെ ഞാൻ മിണ്ടില്ല. ഇത് ഇൻഡിഫറൻസ് ആണ്. ഇത് വെളിപാട് പുസ്തകത്തിൽ പറയുന്ന മന്ദോഷ്ണതയാണ്. ഒന്നുകിൽ ചൂട് വേണം, അല്ലെങ്കിൽ തണുപ്പ് വേണം. ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്ദോഷ്ണനായി പോയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഈ നിസ്സംഗത സുവിശേഷ മൂല്യമൊന്നുമല്ല. സഹിഷ്ണുത ഓക്കെ നല്ലതാണ്. അതുകൊണ്ട് കാരണം എന്താ അറിയാമോ, നിസ്സംഗതയൊക്കെ വരുന്നത് ധൈര്യമില്ലാഞ്ഞിട്ടാ. അപ്പം കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളിൽ നിറയണം, നമ്മൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കണം. ഒന്ന്, ആനന്ദം. സ്നാപക യോഹന്നാൻ പഠിപ്പിക്കുന്ന പാഠം ആനന്ദം. 2, ജ്ഞാനികൾ പഠിപ്പിക്കുന്ന പാഠം റിപ്പൻറ്റൻസ്, വന്ന വഴിയെ തിരികെ പോകരുത്. 3, നിക്കോദെമോസ് പഠിപ്പിക്കുന്ന പാഠം ധൈര്യമുണ്ടാകണം. ധീരതയോടെ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ പറ്റണം. നമ്മൾ ഇടയ്ക്ക് വീഡിയോയിലും വാർത്തയിലും ഒക്കെ കാണുന്നില്ലേ, സിറിയയിലും മറ്റുമൊക്കെ കുറച്ചു കാലം മുമ്പ് നമ്മൾ വീഡിയോ കണ്ടതല്ലേ, ചുവന്ന വസ്ത്രം ധരിപ്പിച്ചിട്ട് അവരുടെയൊക്കെ കഴുത്തിന് നേരെ കത്തിവെക്കുമ്പോൾ വിശ്വാസം തള്ളിപ്പറഞ്ഞാൽ വെറുതെ വിട്ടേക്കാമെന്നൊരു ഓഫറും കൊടുക്കുമ്പോൾ അതുങ്ങൾ നിന്ന് പറയുകയാണ്, ഈ കഴുത്തിലേക്ക് വെച്ചിരിക്കുന്ന കത്തി ഞങ്ങളുടെ ഈ കഴുത്ത് വഴി ഇങ്ങനെ ഓടി ഞങ്ങളുടെ ചോര വാർന്നൊഴുകി ഞങ്ങൾ മരിച്ചാലും മരിച്ചു വീണാലും കർത്താവ് തമ്പുരാനുള്ള വിശ്വാസത്തിൽ നിന്ന് അണുവിട ചലിക്കില്ലെന്ന് പറയുന്ന മനുഷ്യരെ എവിടുന്ന് കിട്ടിയ അവർക്കിത്? ഈ കർത്താവുമായുള്ള വ്യക്തിപരമായ കണ്ടുമുട്ടലിൽ നിന്ന് കിട്ടിയ ധീരതയാണത്. ഇത് പൂർവ്വകാലങ്ങളിൽ സംഭവിച്ചൊന്നുമില്ല, അടുത്ത കാലത്ത് സംഭവിക്കുന്ന കാര്യമാണത്. വിശ്വാസം തള്ളിപ്പറയാൻ കഴിയാത്ത വിധം ധീരതയിൽ നിറയുന്ന മനുഷ്യര് ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ് കേട്ടോ. കത്തി അടുക്കുന്നുണ്ട് കഴുത്തിനോട്, കത്തി കഴുത്തിനോട് അടുത്ത് വരുന്നുണ്ട്. ഒരുങ്ങിയിരിക്കുക, ധീരതയിൽ നിറയാൻ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നിയമാവർത്തന പുസ്തകം 31 അധ്യായം 6 വാക്യം, നിയമാവർത്തനം 31:6 നമ്മളെ ഇത് ശക്തിപ്പെടുത്തണം. നിയമാവർത്തനം 31:6 ഇങ്ങനെയാണ്: ശക്തരും ധീരരുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, അവരെ പ്രതി, അതാരായാലും അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്, അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. കർത്താവിൻ്റെ അനുഭവം കിട്ടിയവന് ഇത് മനസ്സിലാകത്തുള്ളൂ. കർത്താവ് കൂടെ ഉണ്ടടാ, നിന്റെ കൂടെ കർത്താവുണ്ട്. ആ കർത്താവ് നിന്നെ നിരാശപ്പെടുത്തില്ല, പരിത്യജിക്കില്ല. പിന്നെ നീ എന്തിനാ ഭയപ്പെടുന്നത്? ഈ തിരിച്ചറിവില്ലാത്തവനാണ് ഈ ഭയം ഉണ്ട്. 27-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം, 27-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇതുപോലെ തന്നെ: ഭയപ്പെടാതിരിക്കുക, നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക, കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. 27-ാം സങ്കീർത്തനം 1-ാം വാക്യം, കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? കർത്താവ് കോട്ട കെട്ടി നിന്നെ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം തരുമ്പോൾ പിന്നെ എന്തിനാണ് ഭയം? ധീരതയോടെ, നടുവ് വളയ്ക്കാതെ നിവർന്നു നിൽക്കണം. ഏത് പ്രതിസന്ധികളുടെ മുമ്പിലും തോറ്റുകൊടുക്കാതെ ധീരതയോടെ സാക്ഷ്യം വഹിക്കണം. ഇനി നമ്മളിപ്പോൾ ധ്യാനിച്ചു വന്നത് കർത്താവുമായുള്ള കണ്ടുമുട്ടൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ജീവിതങ്ങളെയായിരുന്നു. ഇനി കർത്താവുമായിട്ട് കണ്ടുമുട്ടലൊക്കെ ഉണ്ടായി, കർത്താവിനെ കണ്ടു, പക്ഷെ അതിൻ്റെ ഒരു മെച്ചം ഉണ്ടായില്ല. ആ കണ്ടുമുട്ടലിൻ്റെ നന്മയൊക്കെ കൊണ്ട് കളഞ്ഞു. ചിലപ്പോൾ നമ്മൾ അങ്ങനെയാകും കേട്ടോ. സ്വന്തം ജീവിതത്തിലേക്ക് നോക്കണം. എത്രയോ തവണ നമ്മളിപ്പോൾ പറയുന്ന ഈ എൻകൗണ്ടർ നമുക്ക് അന്യമൊന്നുമല്ല, നടന്നിട്ടുണ്ട്. ചില വിശുദ്ധ കുർബാന അനുഭവ വേളകളിൽ, ചില സന്ദേശങ്ങൾ കാതുകളിൽ മുഴങ്ങിയപ്പോൾ, ചില മനുഷ്യരുമായി ദൈവമനുഷ്യരുമായി ഇടപെട്ടപ്പോൾ ഒക്കെ ഈ തീവ്രാനുഭവം കിട്ടിയതാണ്. എന്നിട്ടും അതുകൊണ്ട് കളഞ്ഞു. അങ്ങനത്തെ മനുഷ്യരുമുണ്ട് സുവിശേഷത്തിൽ. കർത്താവിനെ കണ്ടുമുട്ടാൻ ഭാഗ്യം കിട്ടി, എന്നിട്ടും അതിൻ്റെ മെച്ചമെടുക്കാതെ പോയ ആളുകൾ. ഒന്നാമത്തത് വളരെ എവിഡൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരാളാരെന്നറിയാമോ? ധനികനായ യുവാവ്. നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഒരു ധനികനായ യുവാവ് ഈശോയെ കാണാൻ വന്നു. അയാൾ വന്നിട്ട് വലിയ കാര്യങ്ങളാണ്, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്നൊക്കെ ചോദിച്ച് വലിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒടുക്കം കർത്താവ് പറയുന്നു, നിനക്കുള്ളതൊക്കെ എടുത്ത് കൊടുക്കുക, നിനക്കുള്ളതൊക്കെ എടുത്ത് പങ്കുവയ്ക്കുക. അവൻ തല താഴ്ത്തി തിരിച്ചു നടന്നു. എന്നിട്ട് സുവിശേഷം എഴുതി വെച്ചിരിക്കുകയാണ്, കാരണം അവനൊത്തിരി സ്വത്തുണ്ടായിരുന്നു. അതായത് എന്താണെന്നറിയാമോ? തിയറി എക്സാമിന് ജയിക്കുകയും പ്രാക്ടിക്കൽ എക്സാമിന് തോറ്റുപോവുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികൾ, തിയറി എക്സാമിന് ജയിക്കുകയും പ്രാക്ടിക്കൽ സൈഡിൽ തോറ്റുപോവുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികൾ,
20 മണിക്കൂർ ആരാധിക്കണം, ആരാധിക്കാം. 40 ദിവസം ഉപവസിക്കണം, ഉപവസിക്കാം. ഇതൊക്കെ ചെയ്യും. തൊട്ടപ്പുറത്തെ വീട്ടിൽ ആ കൊച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, +2-ന്, പഠിക്കാൻ കഴിവുള്ള കൊച്ചാണ്. അതിനൊരു അഡ്മിഷൻ വേണം, കാശില്ല, ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഒരല്പം കൊടുക്കാവോ ചേട്ടാ പ്ലീസ്. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും എന്നെ വലിച്ചിഴക്കരുത്. പ്രാർത്ഥിക്കാനുണ്ടോ? ഞാൻ വന്ന് പ്രാർത്ഥിച്ചോളാം. ഇതാണ് തിയറി എക്സാമിന് ജയിക്കുകയും പ്രാക്ടിക്കൽ എക്സാമിന് തോറ്റുപോവുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികൾ. കണ്ടുമുട്ടലുണ്ടായെന്നേ, കർത്താവിനെ കണ്ടു. ആ ധനികന യുവാവിൻ്റെ ഭാഗ്യം കണ്ടോ? കർത്താവിനെ കൺമുമ്പിൽ കണ്ടു, കോൺവെർസേഷൻ നടത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. എന്നിട്ടും ആ കണ്ടുമുട്ടൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ ആ കണ്ടുമുട്ടൽ പാഴായി പോയത് നമ്മൾ കാണുകയാണ്. അതാണ് നമുക്ക് ചിലപ്പോൾ സംഭവിക്കുന്നത്. നമ്മുടെ അനുഭവങ്ങളൊന്നും പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുന്നില്ല. ക്ഷമയെക്കുറിച്ചുള്ള പ്രസംഗം 2 മണിക്കൂർ നമ്മളിരുന്ന് കേൾക്കും. നമ്മൾ പറയും, ഷോ അച്ഛൻ്റെ വാക്ചാതുരി എന്തു നല്ല പ്രസംഗമായിരുന്നു, എന്തൊരു അഭിഷേകമായിരുന്നു, എന്തു വചനം ഇങ്ങനെ അനർഘ നിർഗളം പ്രവഹിക്കുകയായിരുന്നു എന്നൊക്കെ പറയും. ഇറങ്ങി വരുമ്പോഴാണ് കഴിഞ്ഞ ആഴ്ച നമുക്കിട്ട് പണി തന്നൊരുത്തം നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രസംഗം വല്ല ഓർമ്മ വരും. എന്നാലും നമ്മൾ മുഖം വെട്ടിച്ചിട്ട് പോകും, അല്ലെങ്കിൽ 2 വർത്തമാനം തിരിച്ചങ്ങോട്ട് ആക്രോശിച്ചിട്ട് പോകും. കഴിഞ്ഞില്ലേ? തിയറി എക്സാമിന് ജയിക്കുകയും പ്രാക്ടിക്കൽ എക്സാമിന് തോറ്റുപോവുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികൾ. ഇത് 2 കൊരിന്തോസ് 9:6 സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്, സന്തോഷപൂർവ്വം നൽകണം. അതായത് ഈ കർത്താവിനെ കണ്ടുമുട്ടിയതിൻ്റെ സന്തോഷത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന്, ഈ കണ്ടുമുട്ടലിൻ്റെ ഇമ്പാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം. അപരനിലേക്ക് ഈ കൈ നീളണം, അവൻ്റെ ആവശ്യങ്ങളിൽ സഹായിക്കണം, അവൻ്റെ വിഷമങ്ങളിൽ കൂട്ടിരിക്കണം, അവൻ്റെ സന്തോഷങ്ങളിൽ അവനോടൊപ്പം ചിരിക്കണം. അത് ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. നമുക്ക് പറ്റുന്നത് അത് വരില്ല. ഈ വിശ്വാസം പ്രവൃത്തി മൂലം സാധൂകരിക്കപ്പെടുന്നു. യാക്കോബ് ശ്ലീഹായുടെ ആശയമാണ്, വിശ്വാസം പ്രവൃത്തിയാൽ പൂർണ്ണമാകുന്നു. നമുക്ക് ചിലർക്കൊക്കെ പറ്റുന്നത്, നമ്മളിൽ പലർക്കും പറ്റുന്നത്, വിശ്വാസമുണ്ട്, പ്രവൃത്തിയുണ്ടോ? ഇല്ല, 0. ആ അപകടം പറ്റരുത്. രണ്ടാമത്, കർത്താവിനെ കണ്ടിട്ടും അതിൻ്റെ മെച്ചമൊന്നും കിട്ടാതെ പോയ അടുത്ത കൂട്ടർ. അവർക്കങ്ങനെ കൃത്യം പേരൊന്നുമില്ല. അവരെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഇത്രയേ ഉള്ളൂ, നിയമജ്ഞരും ഫരിസേയരും. ഒരു പക്ഷേ ഈശോയോട് ഏറ്റവും കൂടുതൽ സംസാരിച്ച കൂട്ടർ ഇവരാണ്. നിങ്ങൾ സുവിശേഷം നന്നായിട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും, ഈശോയോട് ഏറ്റവും കൂടുതൽ സംസാരിച്ച കൂട്ടരാണ് നിയമജ്ഞരും ഫരിസേയരും. അവനെ തേടി വന്നു, നിയമജ്ഞരും ഫരിസേയരും അവനോട് ചോദിച്ചു എന്നൊക്കെ നമ്മൾ പലവട്ടം ആവർത്തിച്ച് വായിക്കാറുണ്ട്. പക്ഷേ കർത്താവിനെ കണ്ടുമുട്ടുമ്പോഴൊക്കെ ഇവർ വരുന്നത്, നമ്മുടെ വെറും നാട്ടുഭാഷയെ പറഞ്ഞാൽ ഓരോ കൊനസ്റ്റ് ചോദ്യങ്ങളുമായിട്ടാണ് വരുന്നത്. ഓരോ തല്ലുകൊള്ളിത്തരവുമായിട്ട് വരും. അവരുടെ ഉദ്ദേശം എന്താ? കർത്താവിനെ വാക്കിൽ കൊടുക്കുക, കർത്താവിനെ വാക്കിൽ കൊടുക്കുക. അത്തരം മനുഷ്യരുണ്ടെന്നേ. കർത്താവിനെ കണ്ടുമുട്ടി, കർത്താവിനെ മുമ്പിൽ കിട്ടി, എങ്കിലും ദൈവത്തെ തോൽപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവര്, ദൈവത്തെയും അവൻ്റെ സഭയെയും അതിൻ്റെ സംവിധാനങ്ങളെയും തകർക്കണം എന്ന ഉദ്ദേശം മാത്രമുള്ളവര്. കഴിഞ്ഞില്ലേ? ആ കണ്ടുമുട്ടലിൻ്റെ മെച്ചമൊക്കെ കൊണ്ട് കളഞ്ഞില്ലേ? അത്തരം ആളുകളാണിത് കേൾക്കുന്നതെങ്കിൽ, അത്തരം ആളുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരായി നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്തും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. അവരുടെ കണ്ടുമുട്ടൽ അവർക്ക് മാനസാന്തരത്തിനും ആനന്ദത്തിനും ധീരതയ്ക്കും അവസരമാക്കി മാറ്റുന്നതിന് വേണ്ടി. കർത്താവിനെ കണ്ടുമുട്ടിയിട്ടും ദൈവദൂഷണം പറഞ്ഞു നടക്കുന്നവർ, പള്ളിക്കകത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് സഭയെയും വൈദികരെയും കുർബാനയെയും കുറ്റം പറയുന്നവർ, ബ്ലാസ്ഫമി, ദൈവദൂഷണം പറയുന്നവർ. വെളിപാട് പുസ്തകം 13 വായിക്കണം. അതിൽ ഒരു ദുഷ്ടമൃഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു വന്നിട്ട് 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ദൈവദൂഷണവും വൻപും പറയുന്ന ഒരു വായ് അതിന് നൽകപ്പെട്ടു. ഈ ദുഷ്ടമൃഗത്തിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണ്, ദൈവദൂഷണവും വൻപും പറയുന്നൊരു നാവ് അതിന് നൽകപ്പെട്ടു. അപ്പോൾ ദൈവദൂഷണവും വൻപും പറയുന്നവൻ ആരാണ്? പിശാച് തുല്യമായ ഈ ദുഷ്ടമൃഗമാണവൻ. അടുത്തത്, ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വായ തുറന്നു. ചിലർ വാ തുറക്കുന്നത് സഭയെ ചീത്ത വിളിക്കാനും, പ്രേക്ഷിതരെയും സുവിശേഷം പറയുന്നവരെയും കുറ്റം പറയാനും, ദൈവത്തിനെതിരെ നിൽക്കാനും മാത്രമാണ്. ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വായ തുറന്നു. അവിടുത്തെ നാമത്തെയും അവിടുത്തെ വാസ്തലത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും അത് ദുഷിച്ചു പറഞ്ഞു. കൃത്യമല്ലേ? നോക്കിക്കേ, അത്തരം ആളുകളുടെ നാവിൽ നിന്ന് വരുന്നത് അവിടുത്തെ നാമത്തെയും അവിടുത്തെ വാസസ്ഥലത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും അത് ദുഷിച്ചു പറഞ്ഞു. കർത്താവിനെ കണ്ടിട്ടും അതിൻ്റെ മെച്ചമുണ്ടാകാതെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിപ്പോയവർ ഇങ്ങനെ സംഭവിക്കുന്നു. ഒടുവിലത്തത്, ഈ കർത്താവിനെ കണ്ടുമുട്ടിയവരിൽ
ഏറ്റവും സുന്ദരമായ കണ്ടുമുട്ടൽ സാധ്യമായ മനുഷ്യൻ, ഏറ്റവും സുന്ദരമായ കണ്ടുമുട്ടൽ സാധ്യമായ മനുഷ്യൻ ആരെന്നറിയോ? ഒരു മുറിക്കുള്ളിൽ കർത്താവിനെ കിട്ടി. മറ്റാർക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് സംശയമാണ്, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരു മുറിക്കുള്ളിൽ, കൊള്ളാവുന്ന ഒരു മുറിക്കുള്ളിൽ ഇയാളും ഈശോയും മാത്രമേ ഉള്ളൂ. മറ്റൊരു ശല്യമില്ല, ഒരാൾക്കൂട്ടവും ഇല്ല, ശിഷ്യന്മാരുടെ അകമ്പടിയില്ല, മറ്റൊരു തൊല്ലയുമില്ലെന്ന് തന്നെ പറയാം. അയാൾ ആരാണ്? അത്രയും ഭാഗ്യം കിട്ടിയ മറ്റൊരാളില്ല. ആരാത്? പീലാത്തോസ്. പീലാത്തോസ് ശരിക്കും എന്ത് സുന്ദരമായ കണ്ടുമുട്ടലാകേണ്ടിയിരുന്നാണത്. കർത്താവിനെ ഇങ്ങനെ അടുത്ത് കിട്ടി. അയാൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കർത്താവിനെ കാണണമെന്നൊക്കെ, അങ്ങനെ കിട്ടിയതാണ്, അടുത്ത് കിട്ടിയതാണ്. പക്ഷെ കർത്താവിനെ അടുത്ത് കിട്ടിയിട്ട് കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് നോക്കാൻ സ്വയം എളിമപ്പെടാതെ അയാൾ അവിടെ ഇരുന്ന് വമ്പ് പറയുകയാണ്, അവിടെ ഇരുന്ന് അഹങ്കാരി കളിക്കുകയാണ്. അവിടെ ഇരുന്ന് അയാൾ പറയുകയാണ്, നിനക്ക് വിടുതൽ നൽകുവാനും നിന്നെ ശിക്ഷിക്കാനും അധികാരമുള്ളവനാണ് ഞാനെന്നറിഞ്ഞുകൂടെ. വില്ലൻ കളിക്കാൻ ശ്രമിക്കുകയാണ്. എൻ്റെ കയ്യിലാണ് നിന്റെ ജീവിതം എന്ന് അറിഞ്ഞുകൂടെ. ഈ മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്ന് കണ്ണു തുറന്നൊന്ന് കാണടാ പറയാൻ തോന്നിപ്പോകും നമുക്ക്. ആരോടാണ് ഇത് പറയുന്നത്? ചില മനുഷ്യർ ഇങ്ങനെയാണ്, കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ വന്ന് നിൽക്കും. കർത്താവ് കൺമുമ്പിലുണ്ടെന്നേ, അവനെ തൊട്ട് നിൽപ്പുണ്ട് കർത്താവ്. പക്ഷെ അപ്പോഴും ഞാൻ എന്തോ ആണെന്നുള്ള ഭാവത്തിൽ കാഴ്ച ഇരുട്ടാക്കി കളയുന്നു. ഒരു മെച്ചം ഉണ്ടാകുന്നില്ല. കണ്ടുമുട്ടലുകളെ നശിപ്പിച്ച് കളയുന്ന മനുഷ്യർ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നെബൂഖദ്നേസർ രാജാവ് നമ്മൾ വായിക്കുന്നുണ്ട്, മട്ടുപ്പാവിൽ 4-ാമത്തെ അധ്യായത്തിൽ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് സന്തോഷിക്കാൻ, എനിക്ക് സുഖിക്കാൻ വേണ്ടി ഞാൻ നിർമ്മിച്ചതാണല്ലോ മഹിതയാം ബാബിലോൺ. ഉടനെ അടി കൊടുത്തു കർത്താവ്. സ്വന്തം സംവിധാനങ്ങളെക്കുറിച്ച്, സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് മാത്രം അഹംഭാവത്തോടെ നിൽക്കുമ്പോൾ ഈ കണ്ടുമുട്ടൽ വൃഥാവിലായി പോവുകയാണെന്ന് ഓർക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 2-ാം വാക്യം ബൈബിളിൽ എടുക്കുക. സുഭാഷിതങ്ങൾ 11:2. അവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ പറഞ്ഞു വരുന്ന പാപം എന്താണെന്നറിയാമോ? ചില മനുഷ്യർ കർത്താവിനെ കാണുന്നു, കണ്ടുമുട്ടലിനുള്ള ഭാഗ്യം കിട്ടുന്നു, പക്ഷേ അഹങ്കാരം കാരണം, ഞാനെന്ന ഭാവം കാരണം കർത്താവിനെ നോക്കാതെ തന്നെ നോക്കി ഇങ്ങനെ സുഖിച്ചിരിക്കുകയാണ്. തൻ്റെ മഹത്വത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുകയാണ്. അഹങ്കാരമാണ് ആ പാപം, അഹങ്കാരം. അതിനെക്കുറിച്ച് പറയുന്നത് സുഭാഷിതങ്ങൾ 11:2. അഹങ്കാരത്തിൻ്റെ പിന്നാലെ അപമാനമുണ്ട്. ഓർത്തേക്കണം, അഹങ്കാരത്തിൻ്റെ പിന്നാലെ അപമാനമുണ്ട്. അഹങ്കരിക്കുമ്പോൾ പുറകെ അപമാനം വരുന്നുണ്ടെന്ന് ഓർത്തേക്കണം. അതുകൊണ്ട് കർത്തൃസന്നിധിയിൽ പോലും ഞാനെന്ന ഭാവത്തോടെ അഹങ്കാരത്തോടെ നിൽക്കുമ്പോൾ ജാഗ്രത സൂക്ഷിക്ക്, അപമാനം പുറകെ വരുന്നുണ്ട്. സുഭാഷിതം 16-ാം അധ്യായം 18-ാം വാക്യം, അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, അഹന്ത അധപതനത്തിൻ്റെയും. അഹങ്കരിക്കുമ്പോൾ ഓർക്കണം, നാശവും അധപതനവും പുറകെ വരുന്നുണ്ടെന്ന് ഓർത്തേക്കണം. പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ പറഞ്ഞ കാര്യത്തെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ആശയം ഒന്ന് തലയിൽ പതിഞ്ഞാൽ മതി. റിവിഷനാണ്, ഒന്നുകൂടെ കഴിഞ്ഞു, ഫൈനൽ റിവിഷൻ. പറഞ്ഞു തുടങ്ങിയത് ഈ കാലഘട്ടം ഒരു വല്ലാത്ത കാലമാണ്. ഒരുപാട് പരിമിതികളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുക്കാണ്. വെല്ലുവിളികൾ ഏറെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസത്തിൻ്റെ വെല്ലുവിളി ഉണ്ടാകുന്നു. കഴിഞ്ഞില്ലേ വിശ്വാസമെന്ന് പലരും ചോദിക്കുന്നു. ഇപ്പോഴും വിശ്വാസത്തിൻ്റെ സംശയമുണ്ടെങ്കിൽ പ്രശ്നം വിശ്വാസത്തിൻ്റെതല്ല, എൻ്റെതാണ്. സഭ ഉണ്ടാകുമോ എന്ന് സംശയമുണ്ടെങ്കിൽ പ്രശ്നം സഭയുടേതല്ല, എൻ്റെതാണ്. കാരണം എനിക്ക് വ്യക്തിപരമായ കണ്ടുമുട്ടൽ ഇതുവരെ സാധ്യമായിട്ടില്ല. ഈശോയുമായിട്ട് വ്യക്തിപരമായ കണ്ടുമുട്ടൽ നടക്കണം. കർത്താവിനെ കാണണം, അടുത്ത് ഇരിക്കണം, കേൾക്കണം, രുചിച്ചറിയണം. ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാകണം. സുവിശേഷത്തിൽ ഈശോയെ കണ്ടുമുട്ടിയിട്ട് പോസിറ്റീവ് ഇമ്പാക്റ്റ് ജീവിതത്തിൽ ഉണ്ടായ 3 പേര്. ഒന്നാമത്തത് സ്നാപക യോഹന്നാൻ. എന്താണ് അയാൾ കിട്ടിയ ഗിഫ്റ്റ്? ആനന്ദം കൊണ്ട് നിറഞ്ഞു. 2 ജ്ഞാനികൾ. എന്താണ് കിട്ടിയത്? മാനസാന്തരം, ജീവിതത്തെ വഴിമാറ്റി നടത്തിച്ചു. 3-ാമത്തത് നിക്കോദെമോസ്. എന്താണ് കിട്ടിയ ഗിഫ്റ്റ്? ധീരതയിൽ നിറഞ്ഞു. അപ്പുറത്ത് കർത്താവിനെ കണ്ടുമുട്ടാൻ ഭാഗ്യം കിട്ടിയിട്ടും അതിൻ്റെ മെച്ചമെടുക്കാൻ കഴിയാതെ പോയ 3 പേര്. ഒന്ന് ധനികനായ യുവാവ്. അയാൾക്ക് വിശ്വാസത്തെ പ്രാക്ടിക്കലായി കൊണ്ടുവരാൻ മനസ്സില്ല, അതിന് കഴിഞ്ഞില്ല, പരാജയപ്പെട്ടു പോയി. 2-ാമത്തത് നിയമജ്ഞരും ഫരിസേരും. കർത്താവിനെ കൺമുമ്പിൽ കാണുമ്പോഴൊക്കെ കർത്താവിൻ്റെയും സ്വർഗത്തിൽ വസിക്കുന്നവരുടെയും സ്വർഗീയ സംവിധാനങ്ങളുടെയും കുറ്റം പറയാൻ വേണ്ടി മാത്രം കണ്ണു തുറക്കുകയും നാവിട്ടടിക്കുകയും ചെയ്യുന്ന മനുഷ്യരായിട്ട് അധപതിച്ചു പോകുന്നു. 3-ാമത്തത് പീലാത്തോസ്. കർത്താവിനെ മുമ്പിൽ കിട്ടി, പക്ഷേ അഹങ്കാരത്താലെ ആ കണ്ടുമുട്ടലിൻ്റെ സൗരഭ്യം നഷ്ടപ്പെടുത്തി കളഞ്ഞ മനുഷ്യൻ. നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, നീയുമായിട്ടൊരു വ്യക്തിപരമായ കണ്ടുമുട്ടൽ അതെൻ്റെ ജീവിതത്തെ തകിടം മറിക്കണം, അതെൻ്റെ ജീവിതത്തെ
ടേൺ തിരിക്കണം. നിൻ്റെ കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും നിൻ്റെ സ്വർഗാരോഹണത്തിനും ശേഷം അദ്ദേഹം തൻ്റെ വാക്കുകളിൽ പറയുന്നുണ്ടല്ലോ, അകാല ജാതനെന്ന പോലെ നീ ഒരാൾക്ക് കൂടെ അത്തരമൊരു അനുഗ്രഹം കൊടുത്തില്ലേ, ഒരു പേഴ്സണൽ എൻകൗണ്ടറിൻ്റെ ഒരു സിഗ്നിഫിക്കൻ്റ് അനുഭവം, അതുപോലെ നിന്ന് എനിക്കും കരുതി വെക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ആർക്കാണത്? പൗലോസിന്, സാവൂളിന്. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവനെ, അവനെ തട്ടിമറിച്ചിട്ടിട്ട് ഏറ്റവും വലിയ പ്രേക്ഷിതനാക്കി കർത്താവെ നീ മാറ്റിയില്ലേ, അതുപോലെ എൻ്റെ പൂർവ്വകാലം ഞാനിതാ തുറന്നു വയ്ക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഞാൻ, ഇങ്ങനെയൊക്കെ ആയിപ്പോയി ഞാൻ, എന്നെ ഒന്ന് തട്ടിമറിച്ചിടണമേ, എന്നിലേക്ക് നിൻ്റെ പ്രകാശമൊന്ന് ചൊരിയണമേ, ഒരു തീക്ഷ്ണതയുള്ള കണ്ടുമുട്ടലിൻ്റെ അനുഭവം തരണമേ, എന്നെ നിൻ്റെ ഉപകരണമാക്കി മാറ്റണമേ. നൂറ്റാണ്ടുകളായി അടഞ്ഞുകിടന്നിരുന്ന അന്ധകാര കോട്ടയുടെ വാതിൽ പ്രകാശത്തിനേരെ തിരിഞ്ഞതുപോലെ ആത്മാവിലേക്ക് വെളിച്ചം കുത്തിയൊലിക്കുന്ന തീക്ഷ്ണാനുഭവങ്ങൾക്കായി, തീവ്രാനുഭവങ്ങൾക്കായി പ്രാർത്ഥിക്കണം. ആത്മാവിലേക്ക് വെളിച്ചം കുത്തിയൊലിക്കുന്ന തീവ്രാനുഭവങ്ങൾക്കായി പ്രാർത്ഥിക്കണം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.